എന്തായാലും മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ ആദർശിനെയും നയനയൊക്കെ പോയി കണ്ടിട്ടാണെങ്കിൽ അവരുടെ അടുത്ത് തിരിച്ച് അനന്തപുരിയിലേക്കൊക്കെ വരാനൊക്കെ പറഞ്ഞ് നമ്മൾ മുത്തശ്ശൻ പോകുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുത്തശ്ശൻ നേരെ നാഗേന്ദ്രനെ കാണാൻ പോകുന്നുണ്ട്. നാഗേന്ദ്രനെ ഇട്ട് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ട് നമ്മൾ മുത്തശ്ശൻ നേരെ അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പോയതിന് ശേഷം നമ്മൾ മുത്തശ്ശനാണെങ്കിൽ വിളിക്കുന്നുണ്ട്, ആദർശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോനെ ഇതിനൊക്കെ ഞാൻ നാഗേന്ദ്രനെ കണ്ടെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നമ്മൾ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അമ്മയെ ഞാനിവിടെ ജലജയൊക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദേവയാനി പറയുന്ന പറഞ്ഞാൽ ജലജയ്ക്കാണെങ്കിൽ നാഗേന്ദ്രൻ ഇവിടെ വന്ന കാര്യമോ അതൊന്നും ജലജയ്ക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് പറയുന്നതെന്നൊക്കെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഇവിടെ നിന്ന് ആരൊക്കെയോ അയാളെ കാണാനൊക്കെ വേണ്ടി പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ന്യൂസുകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിനക്ക് ബോംബെയിൽ വെച്ച് പോയപ്പം ആ ഒരു ഡീലിന് പോയ സമയത്ത് അത് നീ ജയിക്കാതെയൊക്കെ നിനക്ക് വരാൻ പറ്റിയതെന്നൊക്കെ മുത്തശ്ശനാണെങ്കിൽ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശം പറയുന്നുണ്ട്, മുത്തശ്ശൻ എന്തായാലും അവിടെ നിന്ന് ആരോ ഒരാൾ നമ്മളെ ചതിക്കുന്നുണ്ട്. അത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒന്നെങ്കിൽ മോനെ അബി ആയിരിക്കും, അതല്ലെങ്കിൽ വേറെ ആരാണെന്നൊക്കെ, ഇനി നവ്യൊക്കെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ മുത്തശ്ശൻ്റെയൊക്കെ മനസ്സിലൊരു സംശയം തോന്നുന്നുണ്ട്. പക്ഷേ ആദർശനാണെങ്കിലും അവന്തികയെടുത്തൊരു സംശയം കാര്യങ്ങളും അവർക്ക് തോന്നില്ല. കാരണം അവന്തിക ആ രീതിയിലാണല്ലോ അവരുടെ അടുത്ത് പെരുമാറുകയും വെക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അവന്തികയുടെ അടുത്തോട്ടൊരു ഡൗട്ടും കാര്യങ്ങളും അവർക്ക് പോകുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മുത്തശ്ശനാണെങ്കിലും ഒരു ദിവസം ഇങ്ങനെ മുത്തശ്ശൻ്റെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് അവിടെ ഭയങ്കര എന്തോ ഫോണിൽ സംസാരിക്കുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ആരാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ അവന്തികയുടെ റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക ഇതിനൊക്കെ നാഗേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ വിഷമിക്കേണ്ട, എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ്റെ കൂടെ ഞാനും എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അച്ഛൻ വിഷമിക്കുന്ന, അച്ഛൻ്റെ പഴയ ആ പ്രതാപവും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് വീണ്ടെടുക്കണമെന്നൊക്കെ നമ്മൾ അവന്തികയാണെങ്കിൽ ഇതിനൊക്കെ നാഗേന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നമ്മൾ മുത്തശ്ശിയും കേൾക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ആകെ ഷോക്കായൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവർ അവന്തികയുടെ അടുത്ത് നിന്ന് ഈ ഒരു കാര്യം ഇവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ പറയുകയും ചെയ്യുന്നുണ്ട്, നമ്മളൊരിക്കലും അവന്തിക ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി അടുത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് വീട്ടിലുള്ള ശത്രു വേറെ ആരുമല്ല, നമ്മൾ ഇത്രയും നാൾ അബിയെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ട്, പക്ഷേ ഇവളാണല്ലോ നമ്മളെ ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും നാൾ നമ്മളിവൾ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര നല്ലതായിട്ട് എല്ലാവരും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ നമ്മളും വിചാരിച്ചു ഇവള് വലിയ കുഴപ്പമൊന്നുമില്ല, ഇവളെ സ്വഭാവമൊക്കെ മാറി ഇവളെ തിരിച്ച് നന്നായി വന്നതാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മളങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ലായിരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നേരെയാണെങ്കിൽ അവന്തികയുടെ റൂമിലോട്ട് ചെന്ന് കയറുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ ആരുമായിട്ടാണ് ഈ ഫോൺ സംസാരിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവന്തിക പറയുന്നുണ്ട്, ഞാൻ ആരുമായിട്ട് സംസാരിച്ചില്ല മുത്തശ്ശൻ, ഞാൻ ആരുടെ സംസാരിക്കാൻ, ഞാൻ എൻ്റെ കൂട്ടുകാരികളുടെ അടുത്തല്ലേ സംസാരിക്കുന്നത്, വേറെ ആരുത്താണ് ഞാൻ സംസാരിക്കുന്നതൊക്കെ നമ്മളെ മുത്തശ്ശൻ്റെ അടുത്താണെങ്കിൽ വീണ്ടും നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അവന്തിക ചോദിക്കുന്നത്, എന്താ മുത്തശ്ശൻ ചോദിച്ചത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എന്തോടി വീണ്ടും ഞങ്ങൾക്ക് കള്ളത്തരം പറയുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും നാൾ നീ ഇവിടെ വന്നിട്ട് ഈ വീട്ടിലുള്ള എല്ലാവരെയും നീ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നീ വീണ്ടും കള്ളത്തരം പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശനാണെങ്കിൽ നല്ല രണ്ട് അടി വെച്ച് കൊടുക്കുന്നുണ്ട് അവന്തികയ്ക്ക് കേട്ടോ. അപ്പം ഈ ഒരു അടി കിട്ടിയതിന് ശേഷം നമ്മൾ അവന്തികയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. മാറിയിട്ടാണെങ്കിൽ നമ്മൾ മുത്തശ്ശൻ്റെ അടുത്താണെങ്കിൽ എതിർത്ത് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അവന്തിക ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ വിചാരിച്ചത്, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാനങ്ങ് ഇറങ്ങിപ്പോകുമെന്നാണോ വിചാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കിട്ടാനുള്ള അവകാശങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നത്, നിനക്ക് അവകാശമോ, നിനക്ക് എന്തിനാ ഞാൻ അവകാശം ഇവിടുന്ന് തരാനുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ അമ്മ അത് പറഞ്ഞു തന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവൾ തന്നെ ഇവിടെ ഇപ്പം എൻ്റെ മക്കളെയും ഒരു കാരുണ്യം കൊണ്ട് അവൾ ഇവിടെ കഴിഞ്ഞു പോകുന്നത്, പിന്നെ നിനക്ക് ഇനി എന്ത് അവകാശമാണ് ഞാൻ തരാനുള്ളതെന്നൊക്കെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അവന്തിക എടുത്ത് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ ദേഷ്യത്ത് അവന്തിക അടുത്ത് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് കെട്ടും കിടക്കെ എടുത്തിട്ട് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പൊയ്ക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നീ ചെയ്ത അതേ കണക്ക് തന്നെ ഈ വീട്ടിൽ നീ എനിക്കിട്ട് പണി തരാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ നീ വിളിച്ചു കൊണ്ട് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പൊയ്ക്കോളൂ എന്നൊക്കെ നമ്മളെ മുത്തശ്ശൻ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവന്തിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ മുത്തശ്ശൻ എന്താ ഇപ്പം എനിക്ക് ഒന്നും സ്വത്തും തരത്തില്ല, എന്നെ ഇവിടെ നിന്ന് ഇറക്കി പോകാനും പറയുന്നുണ്ടല്ലോ, ഇനിയിപ്പം അമ്മയുടെ അടുത്ത് ചോദിക്കാനും പറയുമല്ലേ ചെയ്യുന്നത്, ഇനിയിപ്പോൾ എന്തായാലും അമ്മയുടെ അടുത്ത് പോയി എന്തായാലും കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവന്തികയാണെങ്കിൽ ഒരു നല്ലൊരു പണി കിട്ടിയ ഒരു അവസ്ഥയിൽ ഇപ്പം അവന്തിക നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.